എളിമ എവിടെ നിന്ന് പഠിച്ചതാ? എളിമ ആണെന്ന് തോന്നണില്ലേ. ഞാൻ ഇപ്പോൾ പറയണേ, ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഈ ഭാഷയുടെ ഞാൻ കണ്ട് വളർന്നിട്ടുള്ളത്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അച്ഛൻ അമ്മയോടും വളരെ സൗമ്യമായിട്ട് സംസാരിക്കും. ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ അതിൽ വലിയ പ്രത്യേകതയായിട്ടല്ല, അത് അങ്ങനെയാണ് വേണ്ടത്. വളരെ എന്താ പറയുക, ഒരു ഇൻറ്ററാക്ഷനുള്ള സ്പേസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ചീത്ത പറയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പം ഇന്നലെ കൂടി എൻ്റെ വീട്ടിൽ പോയി വന്നതേ ഉള്ളൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവിടെ എൻ്റെ അച്ഛമ്മയുണ്ട്, അച്ഛൻ്റെ ബ്രദർ സിസ്റ്റർ എല്ലാവരും കസിൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നത് ഇപ്പോൾ തർക്കമുള്ള വിഷയമാണെങ്കിൽ പോലും ഇങ്ങനെ ചിരിച്ചിട്ടും ഭയങ്കരമായിട്ട് സന്തോഷമാണ് അവിടെ. അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളും ഈ പറഞ്ഞ മാതിരി ഭയങ്കര അടിപിടി വേളത്തിന് ആരും വന്നിട്ടില്ല അതുവരെ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു പരിധി വരെയൊക്കെ ഞാൻ സംസാരിക്കാനൊക്കെ, ഒരു പരിധിയിലപ്പുറം കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ കൺഫ്രണ്ടേഷനോ എനിക്ക് എടുക്കാൻ പറ്റില്ല പേഴ്സണലി. അതെനിക്ക് ഭയങ്കര ഭാരമുള്ള കാര്യമാണ്. ചിലപ്പം നമ്മളോട് തർക്കിക്കുന്ന ആൾ അത് വിട്ടിട്ട് പോയിട്ടുണ്ടാവും, പക്ഷെ ഇത് നമ്മൾ ഈ ലോഡ് കൊണ്ട് നടക്കണേ. കാലാകാലം ഇതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആരോടെങ്കിലും ഒരു പിണക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോകാൻ വലിയ പ്രയാസമാണ്. അവരത് മറന്നിട്ടുണ്ടാവും, അവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്തരം സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കും. ഈ കാ ഫെസ്റ്റിവലിൽ BK ഹരിനാരായണനുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ വാക്കിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ അടുത്ത് ഞാൻ ഒരു വാക്ക് ചിക്സ് എന്ന് പറയുന്നൊരു വാക്കെടുത്തു. ആ വാക്ക് ഞാൻ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് ക്യാമറ നോക്കിയിട്ട് ക്ഷമ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ വാക്ക് കൂടെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഈ പുതിയ തലമുറയിലെ കുറേ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ പുതിയ തലമുറ സംഗീതത്തിലേക്കൊക്കെ ഇപ്പോൾ BGM സംഗീതത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഈ കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. അവിടെ നമ്മൾ സ്റ്റിഫായിട്ട് നിന്നിട്ട് പഴയതാണ് ശരി എന്നൊക്കെ പറഞ്ഞ വാദങ്ങൾക്ക് ഇല്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ചില വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രോഗ്രസീവ്നെസ്സിൻ്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് സിതാര വായിക്കുകയാണോ അതേ ചുറ്റുപാടിൽ നിന്നിട്ട് ആൾക്കാരെ ഹാം ചെയ്യുന്ന കാര്യങ്ങളെ ഒഴിവാക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് ചിലതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങളാണ് പുതിയത്, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയാണ് ഏറ്റവും പുതിയതെന്ന് വിചാരിച്ചിരുന്നൊരു സമയത്ത് നിന്ന് ടപ്പേന്നാണ് കാര്യങ്ങൾ മാറിയത്. അപ്പം ഇനി ഇപ്പം ഞാനിപ്പോൾ ഒരു ഡിസ്കഷൻ, ഒരു മീറ്റിങ്ങിൽ ഇരുന്ന സമയത്ത് ജെൻസീനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സംസാരം വന്നപ്പോൾ അതിലെ പല കാര്യങ്ങളും എനിക്ക് ഏലിയനാണ്, എനിക്ക് മനസ്സിലാവണ പോലും ഇല്ല. ഇപ്പോൾ കോ സ്റ്റുഡിയോ തമിഴിൻ്റെ പുതിയ സീസണിൽ ഞാനൊരു ഭാഗമാണ്. അപ്പോൾ അവരുടെ ഡിസ്കഷനിലൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇത് എന്തിനെ പറ്റി അവർ പറയണേ, എന്ത് കാര്യം അപ്പം ഞാൻ അപ്പോൾ ഈശ്വര നമുക്ക് പ്രായമായതിൻ്റെ എവിടെയാണത് റിലേറ്റ് ചെയ്യാൻ പറ്റേണ്ടത്. അപ്പം അവർ ഡിസ്കഷനിൽ ഇങ്ങനെ പറയായിരുന്നു 27 വയസ്സുള്ള ഒരാൾക്ക് 24 വയസ്സുള്ള ആളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു പലതും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ അവർ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മ്യൂസിക്കിൽ പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസർച്ച് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ പഠനം എന്ന് പറഞ്ഞല്ലോ സാർ, അപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളുള്ള ആ ഒരു ട്രേഡ് എന്താണോ അതിൽ തന്നെ കുറേ കൂടിയൊക്കെ പഠിക്കാൻ ശ്രമിക്കും. ഇനി അതുമല്ല, നമ്മൾക്ക് ശേഷം വരുന്ന ആളുകൾ വേറെ രീതിയിൽ എക്യുപ്ഡ് ആണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക പറഞ്ഞാൽ ചെറിയ ബുദ്ധി പോരാ, നമ്മൾ അതിൽ അത്രയും ഇരിക്കണം. അപ്പം ഏലിയനാണ് കുറേ കാര്യങ്ങൾ. ഈ പറയുന്ന പല വാക്കുകളിൽ ശരി തെറ്റെന്താണെന്ന് തിരിച്ചറിയാൻ പോലും ഇപ്പം പറ്റുന്നില്ല. അപ്പം നമ്മളുടെ ചുറ്റുപാടെന്ന് വന്ന അല്ലെങ്കിൽ നമ്മളുടെ കാലത്തുനിന്ന് വന്നിട്ടുള്ള വാക്കുകളുടെ തെറ്റൊക്കെ നമ്മൾ കുറേയൊക്കെ ഫിഗർ ഔട്ട് ചെയ്തു. അതിൽ നമ്മൾ തെറ്റുകൾ ഉപയോഗിച്ചിരുന്നു, അതായത് തെറ്റാന്ന് പോലും തിരിച്ചറിയാണ്ട് ഡേ ടു ഡേ ലൈഫിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു വീട്ടിലൊക്കെ പറയുന്ന വാക്കുകൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊരു ഡെലിബറേറ്റ് എഫേർട്ട് എടുത്തിട്ടാണ് അത് വേണ്ടാന്ന് വെക്കണേ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. കാരണം ആ എഫേർട്ട് എടുക്കേണ്ട ഒരു തലമുറയായിരുന്നു നമ്മുടെ. എന്നാൽ മാത്രമേ നമുക്കത് നമ്മുടെ നാവുന്നും മനസ്സെന്നും ഒക്കെ കളയാൻ പറ്റുള്ളൂ. പുതിയ വരുന്ന കാര്യങ്ങൾ ഇനി ഇതിൽ എന്താ ശരി തെറ്റെന്നുള്ളത് അവരുടെ കൂടെ നമ്മളത് ഉപയോഗിച്ചാൽ തെറ്റാന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി വരുന്നേ ഉള്ളൂ, ഞാൻ സത്യസന്ധമായിട്ട് പറയണമല്ലോ. എനിക്ക് ഇപ്പൊ പറഞ്ഞ പല വാക്കുകളും പുതിയത് പലതും എനിക്ക് ഏലിയനാണ് ഞാൻ അതിനോട്. സിതാര ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ലാൽ സലാമിൽ ഉർവശി മോഹൻലാലിനോട് ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട് ഞാനും കമ്മ്യൂണിസ്റ്റായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, സിതാര കമ്മ്യൂണിസ്റ്റ് ആണോ, ഫെമിനിസ്റ്റ് ആണോ, ഹ്യൂമനിസ്റ്റ് ആണോ എന്നൊക്കെയുള്ള വാക്കുകൾ ചോദിക്കുകയാണെങ്കിൽ സിതാരയുടെ ഇടം എവിടെയായിരിക്കും? ഇതിലെവിടെയാണ് സിതാര പ്ലേസ് ചെയ്യുക? ഞാനൊരു ലെഫ്റ്റിസ്റ്റ് ആണ് എന്തായാലും. അതിന് വിശാലമായിട്ടുള്ളൊരു അർത്ഥമുണ്ട്. അത് ഇപ്പൊ പറയുമ്പോൾ പോലും നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കുന്ന എന്തുകൊണ്ടാ വെച്ചാൽ അതിനെ തുടർന്നുണ്ടാവുന്ന ചർച്ചകൾക്കൊക്കെ നമ്മൾ ആൻസറബിൾ ആവണമെന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയില്ല, ഇതൊരു വിശാലമായിട്ടുള്ളൊരു ആശയമാണ്. അതിനകത്ത് ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് മറ്റേ ഓപ്പോസിറ്റ് ജെൻഡറിനോട്, മനുഷ്യനോട്, പ്രകൃതിയോട് ഒക്കെ നമ്മൾ പറയുന്ന വാക്കുകളോട് പോലും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഇടമാണ്.
അതിന് പാർട്ടി പൊളിറ്റിക്സോ ആയിട്ടോ കറണ്ട് പൊളിറ്റിക്സോ ആയിട്ടോ ഒന്നും ഒരു ബന്ധമില്ല. അങ്ങനെ എടുത്തു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ ആശയങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ചോയ്സ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഡെമോക്രസിയിൽ ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് അതിന് ഐഡിയൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇല്ല. ഇപ്പൊ എല്ലാം തികഞ്ഞത് ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ ഇല്ല അവിടെ. കാരണം മനുഷ്യർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഇങ്ങനെ ഓരോ രീതിയിൽ സ്പർശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളിൽ ഞാൻ ഇങ്ങനെ ലൗഡായിട്ട് പോവാറില്ല. പക്ഷെ മനസ്സിലൊരു ആശയം ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അതിൽ ഇതെല്ലാം പെടും. ഈ പറഞ്ഞ മാതിരി എൻവയോൺമെന്റലിസ്റ്റ് ആണോ, ഫെമിനിസ്റ്റ് ആണോ, ഹ്യൂമനിസ്റ്റ് ആണോ, പക്ഷെ ഇതിന്റെയൊക്കെ പെർഫെക്റ്റ് വേർഷൻ ആണോ ഞാൻ അറിയില്ല. അക്കാഡമിക്കലി സംസാരിച്ചാലും അല്ലാണ്ട്. കാരണം നമ്മളുടെ ചുറ്റുപാടിൽ നിന്നുണ്ടായിട്ടുള്ള കുറേ എന്താ പറയുക പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവും വ്യക്തി എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാനൊരു കറക്ഷന് എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒരു എന്താ പറയുക അങ്ങനെയാണ് നിൽക്കുന്നത്. അത് ഏത് സ്ഥലത്തുനിന്നും അഭിപ്രായങ്ങളൊക്കെ എടുക്കാനുള്ള പരുവപ്പെട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിലപാടുകൾ ഇല്ല എന്നല്ല, ആ നിലപാടുകളെ തന്നെ എപ്പോഴും നമ്മളൊന്ന് ചുറ്റുപാട് നോക്കി ഒന്ന് പരുവപ്പെടുത്താനുണ്ടല്ലോ.